ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ കാലം മുന്നേ നമുക്കൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പീരീഡ്സ് പെയിനും അതേപോലെ പ്രൈവറ്റ് ഏരിയയിലെ ബാഡ് സ്മെല്ലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോയെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര ലാഗായിപ്പോയി. അപ്പോൾ റീസെൻ്റ്ലി ആൾ കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ തന്നെ ആദ്യം ചെയ്യാമെന്ന്. പിന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം വീഡിയോ എടുക്കുന്നുണ്ട്, കുറച്ച് മിസ്റ്റേക്സൊക്കെ വരാം, പിന്നെ നല്ല രീതിയിലുള്ള വോയിസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ പൂച്ചക്കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ഒരാൾ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതെന്തായാലും ഗേൾസ് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കമൻറ്റിലൂടെ പറയണം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു പീരീഡ്സിൻ്റെ കാര്യം പറയാം. എനിക്കെന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആവുന്നുള്ള പേടിയാണ് മാസം തുടങ്ങുമ്പോൾ തന്നെ. അത് കഴിഞ്ഞാൽ ഡേറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ആയിട്ടില്ലെങ്കിൽ അതിനേക്കാളും വലിയ ടെൻഷൻ. പിന്നെ 10-15 ദിവസം കഴിഞ്ഞിട്ടും ആയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ലെവൽ. പോരാത്തതിനും ബോഡി പല രീതിയിലും റിയാക്ട് ചെയ്യുന്ന പോലെ ഭയങ്കര ക്ഷീണം തോന്നും, അതേപോലെ ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും എനിക്ക്. അപ്പോൾ ഓരോ മാസം ഡിപ്പെൻസ് ആട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് പീരീഡ്സ് പെയിൻ കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ടിപ്സ് പറഞ്ഞുതരാം. എനിക്ക് ഛർദിയും അതേപോലെ എപ്പോഴും ടോയ്ലറ്റ് പോകാൻ തോന്നും. അതേപോലെ തന്നെ ഞാൻ ഓരോ 2 മണിക്കൂർ കഴിയുമ്പോൾ പാഡ് മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം തന്നെ ഒരു വേദനയ്ക്കൊരു റിലാക്സേഷനാണ്. പിന്നെ ഛർദ്ദിച്ച് കഴിയുമ്പോൾ തന്നെ ആ വേദനയ്ക്കൊരു കുറവുണ്ടാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് പീരീഡ്സ് പെയിൻ കുറയ്ക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു ടിപ്പല്ല, 2-3 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ ഉലുവ വെള്ളമില്ലേ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉലുവ വെള്ളം പീരീഡ്സ് ആവുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ കുടിച്ചാൽ കുറയുന്നു. പക്ഷേ എനിക്കത് റിസൾട്ട് കിട്ടിയില്ല. ഇനി പീരീഡ്സ് ആയിട്ട് അപ്പം കുടിക്കുകയാണെങ്കിലും എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ ഒറ്റൊരു സാധനം, അതും ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂപ്പർ അഫോർഡബിളും അതേപോലെ ഉണ്ടാക്കുക സുഖവും കുടിക്കാൻ അതിലേറെ രസമുള്ള ഒരു ഐറ്റമാണ്. എന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്താ സാധനം വെച്ചാൽ റാഗി ഗൈസ്. റാഗി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാസം, ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് ഞാൻ ഒരു മാസം കംപ്ലീറ്റ് റാഗി കുടിച്ചു. ആ മാസം എനിക്ക് പീരീഡ്സ് ഒന്നും ഞാൻ അറിഞ്ഞിട്ട് ഞാൻ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു. പിറ്റത്തെ മാസം ഞാൻ എന്ത് ചെയ്ത് റാഗി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും റാഗി കുടിച്ചില്ല. അന്നാണ് എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു, ഭയങ്കര ഛർദി, ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി റാഗി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ പല ഡോക്ടേഴ്സിൻ്റെ ഇതൊക്കെ നോക്കിയപ്പം എല്ലാവരും പറയുന്ന റാഗി കുടിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനത് അതായത് ജനുവരി തൊട്ട് ഞാനത് കൺസിസ്റ്റൻസി ആയിട്ട് കുടിച്ചിട്ട് ഇത്രയും മാസമായിട്ട് എനിക്ക് പീരീഡ്സ് പെയിൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് റാഗി നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ. റാഗിയിൽ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും റാഗിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ റാഗി എങ്ങനെ കുടിക്കുകയെന്ന് വെച്ചാൽ, റാഗി പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യുക. 1 സ്പൂൺ റാഗി എടുത്തിട്ട് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസമ്മ വെച്ചിട്ട് അത് അരിച്ചിട്ട് ആ പാനിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യം ശർക്കര ചേർക്കുക കേട്ടോ. പഞ്ചസാര ഇടണ്ട, ശർക്കര ഇട്ടാൽ മതി. ശർക്കര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുക്ക് പോലെ ആക്കാം, ഞാൻ നല്ല വെള്ളം പോലെ ആക്കിയിട്ടാട്ടോ കുടിക്കാം. ഇത് കുടിക്കുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ വിശപ്പ് കുറയും, അതേപോലെ തന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ ക്ഷീണം കുറയും. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കുടിക്കാനും പറ്റും, കാരണം നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കുടിക്കാനും പറ്റും. നിങ്ങൾക്കാണെങ്കിൽ പീരീഡ്സിൻ്റെ പെയിനും ഉണ്ടാവില്ല, കാരണം റാഗി കുടിക്കുന്നത് വഴി നമുക്ക് ബ്ലഡ് കൂടുന്നാണ് പറയുന്നത്. ശരിക്കും ശരിയായിരിക്കണം, കാരണം റാഗി കുടിക്കുന്ന മാസങ്ങളിൽ സീരിയസ്ലി ഗൈസ് ട്രസ്റ്റ് മീ, ഞാൻ അത് കുടിക്കുന്ന ടൈമിലൊന്നും എനിക്ക് പീരീഡ്സിൻ്റെ പെയിനേ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങോട്ട് നോക്കണമെന്നും തോന്നരുത് കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടികളുണ്ട് ഇവിടെ നടക്കുന്നത്, അപ്പോൾ അവർ ഓരോ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പം നിങ്ങൾ റാഗി കുടിക്കുക. നിങ്ങളൊന്ന് റാഗി കുടിച്ചിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു മാസം നിങ്ങൾ റാഗി കുടിച്ചിട്ട് നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ പെയിൻ ഉണ്ടോ നോക്കാം. എനിക്ക് റാഗി കുടിച്ചപ്പോൾ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ
എനിക്ക് പ്രോപ്പർ ഡേറ്റിനാവും എന്ന് വിചാരിച്ചാൽ ഇപ്പോഴേക്ക് 14-ാം തീയതി വിചാരിച്ച് 14-ാം തീയതി തന്നെ അല്ല, ഒരു 16-17 ഉള്ളിലാവും. അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് എല്ലാ മാസവും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ കറക്റ്റാവും. അതേപോലെ എനിക്ക് പീരീഡ്സിൻ്റെ പെയിനേ ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ട്രൈ ചെയ്ത കാര്യമാണ് ചെമ്പരത്തിയില്ലേ, ഈ 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി, അത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2 ചെമ്പരത്തി, അതിൻ്റെ പൂവിൻ്റെ അല്ലി ഉണ്ടാവുമല്ലോ, 5 ഇതൾ മാത്രം ഇട്ടിട്ട് അതിലോട്ട് പഞ്ചസാരയും അതേപോലെ നാരങ്ങ നീരും കൂടി ഇറ്റിക്കുക. എന്നിട്ട് ആ എന്താ പറയുക പൂവിൻ്റെ എടുത്ത് മാറ്റുക. അപ്പോൾ അതിനൊരു കളറ് വരും, ഒരു റെഡ് പോലത്തെ ഒരു കളറ് വരും. അപ്പം അത് കൺസ്യൂം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ പെയിന് കുറയും കേട്ടോ. അത് ഞാൻ ഒരു ഡോക്ടർ വീഡിയോ കണ്ട കേട്ടോ. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക. പക്ഷെ അത് ട്രൈ ചെയ്തില്ലേ നിങ്ങൾ റാഗി ട്രൈ ചെയ്യണം കേട്ടോ, കാരണം സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, പ്രൈവറ്റ് ഏരിയയിലെ ബാഡ് സ്മെൽ. ഈ ബാഡ് സ്മെല്ല് ഞാൻ 2 കേസാണ് കേട്ടിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നമ്മൾ ഇപ്പോൾ നോർമലി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കാരണം അത് ഓവറായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഓവറായിട്ട് പോകുന്ന ടൈമിൽ നമുക്ക് സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ പാൻറ്റീസ് എടുക്കുമ്പോൾ പാൻറ്റീസിലുള്ള ബാഡ് സ്മെല്ല്. ഈ 2 എനിക്കറിയാവുന്നത്. പിന്നെ ഗായ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം അതാണല്ലോ, എനിക്ക് ബാഡ് സ്മെല്ലിൻ്റെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് അവിടെ റിട്ടേഷൻസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ടല്ല, നമുക്ക് ആ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ പ്രൈവറ്റ് ഏരിയയിലെ ബാഡ് സ്മെല്ല് പൊതുവേ വരിക ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഓവറായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ, അതായത് നോർമലിൽ നിന്ന് കുറച്ചധികം വൈറ്റ് ഡിസ്ചാർജ് വരിക, ഇല്ലെങ്കിൽ എന്താ പറയുക ബാഡ് സ്മെല്ല് വരിക, കളർ ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പറയുന്നത് ആ ഡോക്ടറുടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഡോക്ടർ പോർഷൻ അവിടെ, അല്ലാതെ നമുക്കും കൂടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഹൈജീനായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചു. അപ്പം മെയിനായിട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴാണ് മെയിനായിട്ട് നോർമലി ഉള്ള ആൾക്കാർക്ക് ബാഡ് സ്മെല്ല് വരിക. അതായത് ഡീഹൈഡ്രേഷൻ ആകുമ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ അമോണിയ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ബാഡ് സ്മെല്ല് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈഡ്രേഷനും ഉണ്ടായിരിക്കും. അതേപോലെ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. ഓക്കെ, സെക്കൻഡ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീക്കിലി വൺസ് എങ്കിലും ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ്, അതായത് നിങ്ങൾ കല്ലുപ്പ് ഇടായിരിക്കും നല്ലത്. ഇതിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പൊള്ളുന്ന ചൂടല്ല, ഒരു മീഡിയം ചൂടിൽ വാഷ് ചെയ്യുക. അവിടെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെക്കുക. ഓക്കെ, ഇത് നിങ്ങൾ രണ്ടാമത് ഫോളോ ചെയ്യുക. മൂന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് ബാക്കോട്ട് എന്ന രീതിയിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡോക്ടറുടെ ഒരു റെക്കമെൻഡേഷനോ സജഷനോ ഇല്ലാതെ ഈ വി വാഷ് അങ്ങനത്തെ പ്രൈവറ്റ് ഏരിയ വാഷ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യരുത്. റോങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും നിങ്ങൾ അവിടെ യൂസ് ചെയ്യരുത്. പിന്നെ അതേപോലെ റേസേഴ്സ്, വാക്സിൻ എന്നിവ അവിടെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രിക യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഹെയർസ് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിം ചെയ്യാം. ഓക്കെ, പിന്നെ ഡെയിലി പാൻറ്റീസ് ചേഞ്ച് ചെയ്യുക. കോട്ടൺ പാൻറ്റീസ് മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശാലും കോട്ടൺ അല്ലാത്ത ഒരു പാൻറ്റീസും യൂസ് ചെയ്യരുത്. എസ്പെഷ്യലി നമുക്ക് ഈ ദുബായ് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമല്ലോ, പോളിസ്റ്റർ ആണോ തുണി എനിക്ക് അറിയില്ല, ഈ റോസ്, നീല അങ്ങനെയൊക്കെ കളറിലുള്ള ഒരു പൂവിൻ്റെ ഒക്കെ ചിഹ്നമുള്ള ഒരു പാൻറ്റീസ്. സോ അതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ഇടരുത്.
കോട്ടൺ പാൻറ്റീസ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും അവിടെ ഡ്രൈ ആക്കി വെക്കണം കേട്ടോ. പാൻറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ അതായത് 1 വർഷം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പാൻറ്റീസ് ചേഞ്ച് ചെയ്തിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾ ഈ മാസം തൊട്ട് നിങ്ങളൊരു പുതിയ പാൻറ്റ് യൂസ് ചെയ്യുകയാണ്. സോ അടുത്ത വർഷം ഈ മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ പാൻറ്റീസ് കംപ്ലീറ്റ് കളഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പും സോപ്പും പൊടിയും ഇട്ടിട്ട് ഈ പാൻറ്റീസും കൂടി അതിലിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് തിരുമ്പി വെയിൽ കൊള്ളിച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് അയൺ ചെയ്ത് വെക്കുക. അതും ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു രീതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക ബാഗിലാക്കി വെക്കാം, ഇല്ലെങ്കിൽ കവറിൽ പൊയിഞ്ഞ് വെക്കാം. നിങ്ങൾ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുക. മാക്സിമം അയൺ ചെയ്ത് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറയാം, പാഡ് യൂസ് ചെയ്യുക. ഇതെൻ്റെ കേട്ടോ, ഇതെൻ്റെ മാത്രമാണ്. നിങ്ങൾ പാഡ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാം. ഫസ്റ്റ് ദിവസം ചിലപ്പോൾ എല്ലാവർക്കും പാഡ് മസ്റ്റായിരിക്കും. ഓക്കെ, ഫസ്റ്റത്തെ ദിവസം നമുക്ക് പാഡ് മസ്റ്റായിരിക്കും. കാരണം നമ്മൾ 1-2 മണിക്കൂർ കൂടുന്നതിനനുസരിച്ച് പാഡ് മാറ്റിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ദിവസം ഓക്കെ, പക്ഷെ നൈറ്റ് നിങ്ങൾ ഒരു കാരണവശാലും പാഡ് യൂസ് ചെയ്യരുത്. എസ്പെഷ്യലി നിങ്ങൾ മറ്റേ കോട്ടൻ്റെ അല്ലാത്ത ജെൽ ടൈപ്പ് പാൻറ്റീസ് ഉണ്ട്, അത് യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ പ്ലാസ്റ്റിക് കവറിൽ വരുന്ന, അതായത് പാഡിൻ്റെ മേളിൽ കോട്ടൺ അല്ലാതെ ഉണ്ടാവില്ല, ഉള്ളിൽ കോട്ടൺ പുറത്ത് ചില പ്ലാസ്റ്റിക്കുള്ള ഉണ്ടാവും, അത് യൂസ് ചെയ്യരുത്. ഉള്ളിലും കോട്ടൺ പുറത്തും ഒരു കോട്ടൺ ടൈപ്പുള്ള പാഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നൈറ്റ് മാക്സിമം ക്ലോത്ത് യൂസ് ചെയ്യുക. ക്ലോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മുണ്ട്, അതായത് കോട്ടൻ്റെ നല്ല മുണ്ട് വാങ്ങിക്കുക. എന്നിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പും സോപ്പും പൊടിയും ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്തിട്ട് 5-6 പീസാക്കി വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആകുമ്പോൾ അത് വെക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിലീഫ് കിട്ടും. കാരണം അയൺ ചെയ്ത് നല്ല രീതിയിലായിരിക്കും അതവിടെ നിൽക്കുക. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാൽ മതി. കാരണം പാഡൊക്കെ ആകുമ്പം പലർക്കും പറ്റില്ല, ഇറിറ്റേഷൻസ് ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന പാഡ് എന്ന് പറയുന്നത് സ്റ്റേ ഫ്രീൻ്റെ ബ്ലൂ ഇല്ലേ, കോട്ടൺ പാഡ്, അതാട്ടെ ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചേഞ്ച് ആക്കുമ്പോഴേ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും. ബാഡ് സ്മെല്ല് കുറയും. അതേപോലെ അവിടെ വലിയ ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഹെൽപ്പ് ചെയ്യും. മറക്കാതെ വെള്ളം കുടിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്നല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.